السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله بسم الله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. അഭിമന്യരായ എൻ്റെ തൊട്ടുമുന്നിൽ മനോഹരമായ വിഷയാവതരണം നടത്തിയ ഓണംപിള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് അവർകളെ, ആദരണീയരായ ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷൻ TP അസൈൻ മാസ്റ്റർ അവർകളെ, അഭിമന്യനായ ആമുഖ പ്രഭാഷണം നടത്തിയ സുഹൃത്തും GCC കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ അബ്ദുറഹ്മാൻ അറക്കൽ, സ്വാഗത ഭാഷണം നിർവഹിച്ച അഭിമന്യരായ ഡോക്ടർ KT ജാബിർ ഹുദവി, ദുആക്ക് നേതൃത്വം നൽകിയ KT മുഹമ്മദ് അലി ശിഹാബ് ഫൈലി, പ്രൗഢമായ സദസ്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഭിമന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ്, ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അനുബന്ധ സംഘടനകളുടെയും പോഷക ഘടകങ്ങളുടെയും പ്രഗത്ഭരായ നേതാക്കളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന ഇതര മതപ്രതിശാസ്ത്രാനുഭാവികൾക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഭീതിജനകമായ ഒരു സാഹചര്യത്തെപ്പറ്റി സമഗ്രമായി ഇവിടെ സംസാരിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനിയൊരു നീണ്ട പ്രസംഗത്തിൻ്റെ സാഹസത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിലവിൽ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യവും ആ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ 2 പ്രഭാഷണങ്ങൾ എൻ്റെ മുമ്പ് ഈ സദസ്സിൽ നിർവഹിക്കപ്പെടുകയുണ്ടായി. വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലേക്കൊരു ചൂണ്ട് പലകയെന്നോണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഉദാഹരണം വെക്കാം. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മലപ്പുറം ജില്ലയുടെ കളക്ടറേറ്റിന് മുമ്പിൽ ഒരു ബോംബ് പൊട്ടിയത്. ബോംബ് എന്ന് പറയാനില്ല, ഒരു പൊട്ടാസ് എന്ന് പറയാവുന്ന തരത്തിൽ. ഞാൻ ആമുഖമായിട്ട് പറയട്ടെ, രാജ്യത്ത് നടന്ന ഒരു വിധ്വംസക പ്രവർത്തനത്തെ ന്യായീകരിക്കുന്ന തരത്തിലേക്കോ അതിനെ മഹത്വവൽക്കരിക്കുന്ന തരത്തിലേക്കോ അല്ല ഞാൻ എൻ്റെ ഭാഷണം കൊണ്ടുപോകുന്നത്. തിന്മയെ തിന്മയായിട്ട് കാണാനുള്ള വിവേകം ഈ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിനുണ്ട്. എല്ലാ കാലത്ത് സമുദായത്തിൻ്റെ അകത്ത് നിന്നാണെങ്കിൽ പോലും വിധ്വംസക പ്രവർത്തനങ്ങൾക്കുള്ള ചെറിയ ശ്രമങ്ങളെപ്പോലും പരസ്യമായി നഖശികാന്തം എതിർത്ത പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് നമ്മളിവിടെ നിലകൊള്ളുന്നത്. മലപ്പുറം ജില്ലയിലെ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ ഒരു ബോംബ് പൊട്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ പടക്കം പൊട്ടി. ഇത് കേരളത്തിലെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്തയായിട്ട് മാറി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയുടെ കളക്ടറേറ്റിന് മുമ്പിൽ ഇതുപോലൊരു പടക്കം പൊട്ടിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിലൊക്കെ ചെറിയ ഒരു വാർത്തയായിട്ട് ആ വിഷയം ഒതുങ്ങി. പിന്നെ ആരും അത് ചർച്ച ചെയ്തില്ല. ആ വാർത്തയുടെ പിന്നാലെ പോയില്ല. ചാനൽ ചർച്ചകളിൽ, രാത്രി ചർച്ചകളിൽ, അന്തി ചർച്ചകളിൽ ഇതൊരു വിഷയമായിട്ട് മാറിയില്ല. കൊല്ലം ജില്ലയിൽ സമാനമായ സംഭവം മലപ്പുറം ജില്ലയിൽ എങ്ങനെ പൊട്ടി അതേപോലെ കൊല്ലം ജില്ലയിൽ പൊട്ടി. പക്ഷെ കൊല്ലം ജില്ലയിൽ പൊട്ടിയപ്പോൾ അതൊരു വാർത്തയല്ല. മലപ്പുറം ജില്ലയുടെ കളക്ടറേറ്റിന്റെ മുമ്പിൽ പൊട്ടിയപ്പോൾ അതൊരു വാർത്തയായി. ചാനലുകളൊക്കെ രാജ്യത്ത് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ മാറ്റിവെച്ച് മലപ്പുറത്തെ കളക്ടറേറ്റിന്റെ മുമ്പിൽ പൊട്ടിയ ഈ പടക്കത്തെ പറ്റി അല്ലെങ്കിൽ ബോംബിനെ പറ്റി ഏറ്റവും സജീവമായ ചർച്ചകൾ ചെയ്തു. മലപ്പുറത്ത് എന്ത് സംഭവം ഉണ്ടായാലും ആ ചർച്ചക്ക് ഒരു വലിയ റേറ്റിംഗ് കിട്ടുന്ന തരത്തിൽ. നമ്മൾക്കറിയാം, മനോരമ പത്രം 3 പേജാണ് കാറിന്റെ പൊട്ടിയ ചില്ലിന്റെ ഫോട്ടോ ഒക്കെയാണ് വമ്പൻ ഫോട്ടോ ആയിട്ട് കൊടുത്തത്. വലിയ ഫോട്ടോ ആയിട്ട്. ഞാനിതൊരു വാർത്ത അല്ല എന്നല്ല പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു ബോംബ് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടുമ്പോൾ ഈ തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടേണ്ടതുണ്ടോ? കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, അതിൽ നല്ലൊരു ശതമാനം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഈ വാർത്ത പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തുണ്ട് എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. മലബാറിൽ അബ്സ്പ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും തീവ്രമായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് ചൂട്ടു പകരുന്നത് അല്ലെങ്കിൽ ആ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നത് ആരാ? നമ്മുടെ ചെലവിൽ തഴച്ചു വളരുന്ന ചില ആളുകളാണ്. നമ്മൾ പോറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ പരസ്യം കൊടുക്കുന്ന, നമ്മൾ വളർത്തുന്ന, നമ്മൾ വായിക്കുന്ന, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ചില പത്രങ്ങളും ചില ചാനലുകളും.
ഞാൻ പറഞ്ഞു വന്നത് ഓരോ വിഷയങ്ങളെ ഈ സൊസൈറ്റിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു രീതിയിൽ ഭീതിതമായ ഒരു വർഗീയത പടർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ആപൽക്കരമായ ഒരു സത്യത്തെ തുറന്നു കാണിക്കുന്നത്. ഇവിടെ യൂണിഫോം സിവിൽ കോഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താ യൂണിഫോം സിവിൽ കോഡ്? നേരത്തെയുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 44-ാം വകുപ്പിൽ പറയുന്നുണ്ട്, രാജ്യത്തെ ഗവൺമെന്റ് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്ന്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. ഇതൊരു നിർദ്ദേശക തത്വത്തിൽ പറഞ്ഞിട്ടുള്ള, മാർഗനിർദ്ദേശക തത്വത്തിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 44 എന്ന് പറഞ്ഞാൽ അതാണ്. ഭരണഘടന ചെറുതായിട്ട് മനസ്സിലാക്കുമ്പോൾ ഭരണഘടനയുടെ 3-ാം ഭാഗം പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലികാവകാശം. മൗലികാവകാശം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഈ മൗലികാവകാശം ചർച്ച ചെയ്യുന്ന വലിയ ഒരു വിശാലമായ ഒരു ഏരിയയാണ്. എന്താ മൗലികാവകാശം എന്ന് പറഞ്ഞാൽ? പൗരന്റെ അവകാശമാണ്. ഈ അവകാശങ്ങളിൽ കൈകടത്താൻ സ്റ്റേറ്റിന് അധികാരമില്ല. ഈ അവകാശങ്ങൾ ഹനിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ അതിനെതിരെ രാജ്യത്തെ ഹൈക്കോടതിയിലേക്ക് നേരിട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് പോകാനുള്ള അവകാശവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ്. ഈ വകുപ്പിനെ പറ്റി ഭരണഘടനയുടെ ശില്പി എന്ന് പറയാൻ പറ്റുന്ന ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. എന്താ ആർട്ടിക്കിൾ 32 പറയുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശം. ഈ അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ, ഈ അവകാശങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്ന് പറഞ്ഞ ഭരണഘടനയിൽ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. മതസ്വാതന്ത്ര്യം ഭരണഘടനാപരമായ മൗലികാവകാശമാണ്. രാജ്യത്തിന്റെ ഗവൺമെന്റ് അതിൽ ഇടപെടാൻ പാടില്ല. ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ആ വകുപ്പ് പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലല്ലാതെ ഇടപെടാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തെ ആഭാലവൃതം വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസങ്ങളിൽ ഇടപെടാൻ മാത്രം എന്ത് സാഹചര്യമാണ് ഇന്ന് രാജ്യത്തെ നിലവിലുള്ളത്? എന്ത് പ്രശ്നമാ ഉള്ളത്? ഇസ്ലാമിക സമൂഹം അവരുടെ വിശ്വാസം അനുസരിച്ച്, ക്രൈസ്തവ സമൂഹം അവരുടെ വിശ്വാസം അനുസരിച്ച്, ഹൈന്ദവ സമൂഹം അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് എന്ത് തരത്തിലുള്ള വെല്ലുവിളിയാ ഉള്ളത്? ഏത് തരത്തിലുള്ള അപകടമാ ഉള്ളത്? 3-ാം ഭാഗത്തിൽ പറയുന്ന മൗലികാവകാശത്തിനേക്കാളും താഴെയാണ് 4-ാം ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്നാണ് രാജ്യത്ത് വ്യാപകമായിട്ട് മദ്യനിരോധനം കൊണ്ടുവരണം. മദ്യനിരോധനം കൊണ്ടുവരണം രാജ്യവ്യാപകമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉത്ബുദ്ധ സദസ്സ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മദ്യനിരോധനം കൊണ്ടുവരലാണോ ഇന്നത്തെ ഇന്ത്യക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്? അല്ല യൂണിഫോം സിവിൽ കോഡാണോ? ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല. മുത്തലാഖിന്റെ ഇരകളായിട്ട് വരുന്ന മുസ്ലിം സ്ത്രീയുടെ വേദനയെ നമ്മൾക്ക് അവഗണിക്കാൻ പറ്റില്ല. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് വളരെ ലളിതമായിട്ട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. 3 ത്വലാഖ് പോയിട്ട് 1 ത്വലാഖ് പോലും പറയാതെ ഒരു രാത്രി നിങ്ങൾ ഇറങ്ങി വന്നില്ലേ? ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീരിന്, അവരുടെ വേദനക്ക് ആര് ഈ രാജ്യത്ത് പരിഹാരം കൊടുക്കുമെന്ന്? ഇത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ഒരു വിഷയമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മുസ്ലിം സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ എന്ന് പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ സമുദായത്തിലെ സ്ത്രീകൾ എന്നല്ല, ഈ രാജ്യത്തെ ഭാരത സ്ത്രീയുടെ കണ്ണീരൊപ്പാൻ പറ്റില്ലേ മദ്യനിരോധനം കൊണ്ടുവന്നാൽ? മാറി വരുന്ന ഗവൺമെന്റുകൾ എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? മദ്യത്തെ പ്രൊമോട്ട് ചെയ്യാണ്, പുതിയ ബാറുകൾ തുറക്കുകയാണ്, ബിവറേജ് കോർപ്പറേഷൻ വ്യാപകമാക്കുകയാണ്. വീടിന്റെ തൊട്ടടുത്ത്, സ്കൂളിന്റെ തൊട്ടടുത്ത്, ആരാധനാലയങ്ങളുടെ തൊട്ടടുത്ത് അവിടെയൊന്നും മദ്യശാല തുറക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിയമമുണ്ടായിരിക്കെ ആ നിയമത്തിൽ പോലും വെള്ളം ചേർത്തുകൊണ്ട് രാജ്യത്ത് വ്യാപകമായി ഓരോ പൗരന്റെ വീടിന്റെ തൊട്ടരികിൽ മദ്യം ലഭിക്കുന്ന തരത്തിലേക്ക് നയത്തെ വിശാലമാക്കി കൊണ്ടുപോകുന്ന ഒരു ദുരന്തം നമ്മൾ കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന്റെ സംവിധാനം ഉണ്ടല്ലോ, ഈ ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് രാജ്യത്തൊരു സർവേ നടത്തട്ടെ. ഇന്ത്യ രാജ്യത്തൊരു സർവേ 10 വർഷം കൂടുമ്പോൾ സെൻസസ് നടക്കാറില്ലേ? ഈ സെൻസസിൽ ഇത് കൂടി ഉൾപ്പെടുത്തിയേക്കും.
ഇന്ത്യ രാജ്യത്ത് മദ്യം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി രാജ്യത്തെ വീട്ടമ്മമാർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ ഈ രാജ്യത്തെ വീട്ടമ്മമാർക്ക് മുഴുവനും ഒന്നാമതായിട്ട് പറയാനുണ്ടാവുന്ന പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പുവെക്കുന്നുവോ എന്നതൊരു പ്രശ്നമാവില്ല. അവരുടെ ഒന്നാമത്തെ പ്രശ്നം വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് മദ്യപിച്ചു വന്ന് തന്നെയും മക്കളെയും ക്രൂരമായി ആക്രമിക്കുന്ന ഭർത്താവിന്റെ ക്രൂരതകൾക്കെതിരെയുള്ള പരാതികളുടെ ഭാണ്ഡമഴിക്കുകയായിരിക്കും അവർ ചെയ്യുക. രാജ്യത്ത് സ്ത്രീയുടെ മോചനമാണോ നിങ്ങളെ താല്പര്യം? സ്ത്രീകളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണലാണോ നിങ്ങളെ താല്പര്യം? രാജ്യത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സ്വതന്ത്രമായ സ്വച്ഛന്തമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കലാണോ നിങ്ങളെ താല്പര്യം? ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന രാജ്യവ്യാപകമായിട്ടുള്ള മദ്യനിരോധനം കൊണ്ടുവരല. എന്തേ ആ വഴിക്ക് ഗവൺമെന്റ് ശ്രമിക്കാത്തത്? എന്തേ ആ ഒരു വഴിക്കൊരു ശ്രമം ഉണ്ടാവാത്തത്? പോവട്ടെ, ഗവൺമെന്റ് മദ്യനിരോധനം കൊണ്ടുവരുന്നില്ല എങ്കിൽ പോലും മദ്യത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായോ? ഈ കേരളത്തിൽ പോലും കഴിഞ്ഞ ഇലക്ഷനിലെ ചർച്ച എന്താ? മദ്യനിരോധനം വേണോ വേണ്ടേ? ഇരു മുന്നണികൾ ചർച്ച ചെയ്തു. രണ്ട് മുന്നണികളും പറയുന്ന ആശയങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും റിസൾട്ട് ഒന്നല്ലേ. ഇവിടെ അനുഭവിക്കുന്നവരാരാ? ഞാൻ ചോദിക്കട്ടെ, മനോരമയും മാതൃഭൂമിയും ക്യാമറ കണ്ണുമായിട്ട് മുസ്ലിം ഗ്രഹങ്ങൾ തേടി ഇറങ്ങുമ്പോ ഈ മദ്യത്തിന്റെ ദുരന്തത്തിലേക്ക് നിങ്ങളുടെ ക്യാമറയുടെ കണ്ണൊന്ന് തിരിച്ചു വച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്തെ എത്രയോ കുടുംബങ്ങളിലെ കണ്ണീരൊപ്പാൻ സാധ്യമാകുമായിരുന്നില്ലേ? ആരാ ദുരിതം അനുഭവിക്കുന്നത്? ത്വലാഖ് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരുടെ കണക്കൊന്ന് പറയാവോ? ത്വലാഖ് കൊണ്ട് ഈ കേരളത്തിൽ 3 കുടുംബ കോടതിയുള്ള ഒരു ജില്ലയുണ്ട്, അത് കൊല്ലം ജില്ലയാ. കൊല്ലം ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജനസംഖ്യയുടെ എണ്ണം എത്രയുണ്ട്? ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലുതേതാ? മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയേക്കാൾ കൂടുതൽ കുടുംബ കോടതി ആവശ്യം വരുന്നുണ്ട് കൊല്ലത്ത്. ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് കോട്ടയത്തും കൊല്ലത്തും എറണാകുളത്തുമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാ മലപ്പുറം കിടക്കുന്നത്. ഈ കണക്കുകൾ എന്തേ ആരും അറിയാതെ പോകുന്നുണ്ടോ? മുത്തലാഖിന്റെ ദുരിതം പറയുമ്പോ, ത്വലാഖിന്റെ ദുരിതം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട KT ജലീലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ദുരന്ത സത്യമുണ്ട്. ഇവിടെ വിഷയം മുത്തലാഖല്ല, ഇവിടെ വിഷയം സ്ത്രീയുടെ കണ്ണീരല്ല. ഗുജറാത്തിന്റെ മണ്ണിൽ നേരത്തെ പറഞ്ഞല്ലോ, ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളായിട്ട് ജീവിതം ഹോമിക്കപ്പെട്ട സ്ത്രീകളുടെ വേദനയെ പറ്റി ആരാ ഇവിടെ സംസാരിക്കാനുള്ളത്? അവിടെ വിധവകളാക്കപ്പെട്ട, ഇന്ന് കശ്മീരിൽ വിധവകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വേദനയെ പറ്റി രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? ഗുജറാത്ത് കലാപം നേരത്തെ ഉസ്താദ് പറഞ്ഞു, അതൊരു കലാപമല്ല, റയറ്റ് അല്ല, അതൊരു ജനോസൈഡാണ്. ഒരു സമുദായത്തെ ഒന്നായിട്ട് വംശനാശം വരുത്താനുള്ള ഒരു ശ്രമമായിരുന്നു. നമ്മളെ കേരളത്തിലെ ഒരു മതപണ്ഡിതൻ പറഞ്ഞു, ഗുജറാത്ത് കലാപത്തെ പറ്റി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആസൂത്രിതമായി രാജ്യത്ത് ഇത്തരത്തിൽ വിനീത വിധേയരായ പണ്ഡിതന്മാരെ ഒരു ഭാഗത്ത് ഫാസിസം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ കിട്ടുന്ന എച്ചിലുകൾക്കൊത്ത് മത നിയമങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് സ്വസമുദായത്തെ വഞ്ചിക്കുന്നവർ ഈ രാജ്യത്തിനും ഈ സമുദായത്തിനും ഭാരമാണ്, ബാധ്യതയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിഷയം ത്വലാഖാണോ? യൂണിഫോം സിവിൽ കോഡിന്റെ ഇനിയും വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുകയല്ല. മുസ്ലിം സ്ത്രീയുടെ വേദനയ്ക്ക് പരിഹാരം കാണുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ എന്തിന് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ പഴയ ഡൽഹിയിൽ ചേരികളിൽ കഴിയുന്ന, കുടില് കെട്ടി കഴിയുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളില്ലേ? അവിടെ പാവപ്പെട്ട ജനങ്ങളില്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആരാന്റെ ഉച്ചിഷ്ടത്തിൽ കൈയിടേണ്ട ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണുമിഴിച്ചു നിൽക്കുന്ന പാവങ്ങൾ എങ്ങ് ദൂരെ ഒന്നും പോകണ്ടല്ലോ. ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിന് നയാ ഡൽഹി, ന്യൂ ഡൽഹി എന്ന് പറയുന്ന ഈ പുതിയ ഡൽഹിയുടെ പച്ചപ്പിനപ്പുറത്ത്, തൊട്ടപ്പുറത്ത് പഴയ ഡൽഹിയിൽ കിടക്കുന്നുണ്ട് ഒരുപാട് ജീവച്ചവങ്ങളായ മനുഷ്യകോലങ്ങൾ. അവരുടെ കണ്ണീരിനെ പറ്റി ആർക്കൊന്നും പറയാനില്ല. അവരുടെ വേദനകളെ പറ്റി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി രാജ്യത്ത് കഷ്ടപ്പെടുന്നവരെ പറ്റി കണക്കുകൾ പറയുന്നുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ചിട്ട് ലോകത്തെ പട്ടിണി രാജ്യങ്ങളുടെ മുൻപന്തിയിലാണ് നമ്മൾ പറയുന്ന ഇന്ത്യ മഹാരാജ്യം. പട്ടിണി രാജ്യങ്ങളുടെ ഈ രാജ്യത്തെ പട്ടിണി മാറ്റാൻ എന്ത് പ്രായോഗികമായ പരിഹാരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എലക്ഷൻ വരുമ്പോൾ വരുന്ന വലിയ ഗീർവാണങ്ങളല്ല രാജ്യത്തെ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള എന്ത് പരിഹാരമാണുള്ളത്? ഏത് തരത്തിലുള്ള പരിഹാരമാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തെ സ്ത്രീകളുടെ വേദനകളല്ല നമ്മൾ ഇന്ന് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഒരു വിഷയമായിട്ട് മാറിയിട്ടുള്ളത്. മുത്തലാഖ് കൊണ്ടുള്ള കെടുതികളല്ല. എന്തിനധികം ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾ
നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ നാട്ടിൽ എത്ര ത്വലാഖ് കൊണ്ടുണ്ട, എത്ര ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട്, അതിൽ എത്ര മുത്തലാഖ് സംഭവിച്ചിട്ടുണ്ട്? ഈ ത്വലാഖിന്റെ ദുരിതം നമ്മളെ നാട്ടിൽ എത്ര സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് സ്ത്രീകളുടെ വേദനയെ അവഗണിക്കണം എന്നല്ല, ഏകപക്ഷീയമായ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും നൽകാത്ത തരത്തിലുള്ള നീക്കങ്ങളെ അള്ളാന്റെ ദീൻ അനുവദിക്കുന്നില്ല, അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. ആരെങ്കിലും മതത്തെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ മേലല്ല കെട്ടിവെക്കേണ്ടത്. മതത്തെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യത്തെ നിയമങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഗാർഹിക നിയമം ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാരെ ജയിലിലാക്കിയിട്ടുണ്ട്. ഗാർഹിക പീഡന നിയമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമല്ല, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്ന ഒരു നിയമത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് അധ്യാപകരെ ജയിലടച്ചിട്ടുണ്ട്. അധ്യാപകനെ ജയിലിൽ പറഞ്ഞയക്കുന്ന ജഡ്ജിന് പോലും അറിയാം ഈ സാധു നിരപരാധിയാണ്, ഈ സാധു നിരപരാധിയാണ്. വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷിതാവ് കെട്ടിച്ചമച്ച കഥയിൽ ഇരയായിട്ട് മാറിയതാ ഈ അധ്യാപകനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും ജഡ്ജിമാർ അധ്യാപകരെ ജയിലടച്ചിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഒരു കുറ്റപത്രം പോലും കിട്ടാതെ ഇന്ത്യ രാജ്യത്തെ ജയിലുകളിൽ എത്ര ആളുകളാണ് കഴിയുന്നത്? ഈ മനുഷ്യരുടെ അവകാശങ്ങളെ പറ്റിയിട്ട് എന്തേ രാജ്യത്തിന്റെ ഗവൺമെന്റിന് ഒരു ശ്രദ്ധയില്ലാതെ പോകുന്നത്? ഒരു കുറ്റ ചാർജ് ഷീറ്റ് പോലും കിട്ടാതെ ജീവിതം മുഴുവനും തുറങ്കലിൽ അടക്കപ്പെട്ടുകൊണ്ട് ജീവിതം ഹോമിക്കപ്പെടുന്ന, നരകയാതന അനുഭവിക്കുന്നവരുടെ വേദനകളിലേക്ക് എന്റെ ഒരു ക്യാമറ കണ്ണും തിരിയാതെ പോകുന്നത്? യു പിയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ത്വലാഖ് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഹോട്ട് ഡിബേറ്റ് ആയിട്ട് മാറേണ്ടത് ഈ ത്വലാഖാണ് എന്ന് തീരുമാനിക്കും. ഇവിടെ പറഞ്ഞു ബീഫിന്റെ പേരിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ച്. ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ഒരു സൈനികന്റെ പിതാവ് കൊല്ലപ്പെട്ടത് എന്തിന്റെ പേരിലാ? സ്വന്തം വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച മാംസം ഗോമാംസമാണോ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ. വീട്ടിൽ ഗോമാംസം സൂക്ഷിക്കുന്നത് ഒരാൾ കൊല്ലപ്പെടാൻ മാത്രം തരത്തിലുള്ള വലിയ പാതകമാണെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നുണ്ടോ? IPC-യിലെ ഏത് സെക്ഷനാ പറയുന്നത് ഗോമാംസം ഭക്ഷിക്കൽ കൊല്ലപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു വലിയ പാതകമാണെന്ന്? ഭരണഘടനയിലെ ഏതു വകുപ്പാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞു വന്നത്, ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് അവിടെ ന്യൂനപക്ഷം സംരക്ഷിക്കപ്പെടുമ്പോഴാണ്. ന്യൂനപക്ഷത്തിന് നൽകുന്ന അവകാശങ്ങളും ന്യൂനപക്ഷം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവുമാണ് ഒരു ജനാധിപത്യത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം എത്രമാത്രം വിജയമാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. മണ്ഡൽ കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന എന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ പ്രതിനിധികളോട് ഞാൻ പറയട്ടെ, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മാത്രം പ്രശ്നമല്ല, മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല. നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, 6400 ജാതികളുള്ള, ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള, ഒരുപാട് മതങ്ങളെ പോറ്റു വളർത്തിയിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ വൈവിധ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. 1961 സെൻസസ് പ്രകാരം 1652 ഭാഷകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 6400 ജാതികൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരുപാട് മതങ്ങളുണ്ട്. അവർക്കൊക്കെ സ്വന്തം പേഴ്സണൽ കോഡുണ്ട്. ഈ പേഴ്സണൽ ലോ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. മുസ്ലിങ്ങൾ മാത്രം രാജ്യത്തെ പ്രത്യേകമായ ഒരുപാട് അവകാശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത ഒരുപാട് അവകാശങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഈ രാജ്യത്തുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒന്നും ഈ രാജ്യത്തില്ല. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിയമവും ഈ രാജ്യത്തില്ല. മുസ്ലിമിന് അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് ഭരണഘടന അനുവദിച്ചു തന്നതാണ്. ആ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാ ഞങ്ങൾ ഈ പോരാട്ടം നടത്തുന്നത്. ഇത് മറ്റുള്ളവരോടുള്ള ഒരു വെല്ലുവിളിയല്ല. രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തോട്, ഹൈന്ദവ സമൂഹത്തോടുള്ള വെല്ലുവിളിയല്ല. ഹൈന്ദവ സമൂഹത്തിലെ ആയിരക്കണക്കിന് ജാതികൾ, ആ ജാതികളിൽപ്പെട്ടവർക്കൊക്കെ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. ഇവിടത്തെ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ, വനത്തിലും മറ്റും കഴിയുന്നവർ, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് ജനസംഖ്യാനുപാതത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മൃഗീയ ഭൂരിപക്ഷം വരുന്ന ദളിതുകൾ, അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്.
ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് രാജ്യത്തിന്റെ ഒരു പൗരന് വിളിച്ചു പറയുമ്പോ എങ്ങനെ രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായിട്ട് മാറുക? എങ്ങനെയാണ് അത് രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനമായിട്ട് മാറുക? എങ്ങനെയാണ് അത് രാഷ്ട്രവിരുദ്ധമായിട്ട് മാറുക? ത്വലാഖ് ഈ രാജ്യത്ത് നിലനിർത്തണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ രാജ്യത്തിനെതിരാവുക? ഞാൻ അവസാനിപ്പിക്കട്ടെ. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. 1950-കളിൽ ഇന്ത്യ ഓഫ് അവർ ഡ്രീംസ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് മുസ്ലിംസ് and other minorities can live in absolute safety and confidence. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എക്കാലത്തും ഓർത്തു വെക്കേണ്ട ഒരു വാക്കാണ് ഇന്ത്യ ഓഫ് അവർ ഡ്രീംസ്. നമ്മൾ സ്വപ്നം കാണുന്ന ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മളൊക്കെ പങ്കുവെച്ച ഒരു വലിയ സ്വപ്നമുണ്ട്, ഉദാത്തമായ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇന്ത്യ സാധ്യമാകണമെങ്കിൽ ഇന്ത്യ ഓഫ് അവർ ഡ്രീംസ് ക്യാൻ സർവൈവ് ഓൺലി ഇഫ് മുസ്ലിംസ് ആൻഡ് അതർ മൈനോറിറ്റീസ് ക്യാൻ ലിവ് ഇൻ അബ്സല്യൂട്ട് സേഫ്റ്റി ആൻഡ് കോൺഫിഡൻസ്. രാജ്യത്തെ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും പരമമായ സ്വാതന്ത്ര്യത്തോടുകൂടെ, അബ്സല്യൂട്ട് സേഫ്റ്റി, അങ്ങേയറ്റത്തെ സുരക്ഷിതത്വത്തോടുകൂടെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വപ്നം സാർത്ഥകമാവുകയുള്ളൂ എന്ന് രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷനുകൾ അവരുടെ റിപ്പോർട്ടുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഭരണഘടനാ അസംബ്ലിയിൽ യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയിട്ട് ഏറ്റവും സജീവമായ ചർച്ച നടന്നപ്പോ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലെ ഒരുപാട് നേതാക്കൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ലോ നിലനിർത്താനുള്ള ഒരവകാശം ഉണ്ട് എന്ന് ഭരണഘടനയിൽ എഴുതി വെക്കണമെന്ന് ശക്തമായി വാദിച്ചു. എന്താ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്? നമ്മളെ നേതാവ് പറഞ്ഞു, അങ്ങനെ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശം നിലനിർത്താനുള്ള, അവരുടെ പേഴ്സണൽ ലോ നിലനിർത്താനുള്ള ഒരു അവകാശമുണ്ട് എന്ന് ഭരണഘടനയിൽ എഴുതി വെക്കണം. അങ്ങനെ ഒരു ഭേദഗതി വേണം. മറുഭാഗം പറഞ്ഞു അങ്ങനെ ഒരു ഭേദഗതി ആവശ്യമില്ല. ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ശില്പി, അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, sovereignty is always limited no matter even if you assert that it is unlimited. അങ്ങനെ പറഞ്ഞിട്ട് പരമാധികാര രാജ്യത്തിനുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു പരമാധികാരം ഇല്ല. ആ പരമാധികാരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. No government can exercise its power in such a manner as to provoke the Muslim community. ഭരണഘടനയുടെ ശില്പി പറഞ്ഞ വാക്കുകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചൂടേറിയ ചർച്ച നടന്നിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടേ? യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിന്റെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വാക്ക് നിലനിർത്തണോ വേണ്ടേ? ഒരു ഭാഗം പറഞ്ഞു വേണ്ടതില്ല, മറ്റൊരു ഭാഗം പറഞ്ഞു നിലനിർത്തുകയാണെങ്കിൽ നമ്മൾ അതിലൊരു റിസർവേഷൻ വെക്കണം. എന്താ റിസർവേഷൻ? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അവകാശം നിലനിർത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് എഴുതി ചേർക്കണം എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗം പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് ആവശ്യമാണ്. ഈ ചുരുക്കിക്കൊണ്ടുവന്നിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, ആർട്ടിക്കിൾ 44 നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ ഡീപ്പായിട്ട് പോവേണ്ടതില്ല. നോ ഗവൺമെന്റ് ക്യാൻ എക്സൈസ് ഇറ്റ്സ് പവർ ഇൻ സച്ച് എ മാനർ ആസ് ടു പ്രൊവോക്ക് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റിന് സാധ്യമല്ല, ഒരു ഗവൺമെന്റിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് it would be a mad government if it did so. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാണ് ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകളുടെ താല്പര്യത്തിന് എതിരായിക്കൊണ്ട്, അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമം രാജ്യത്ത് നടക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റ്, സച്ച് എ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മാഡ് ഗവൺമെന്റ്, ഒരു ഭ്രാന്തൻ ഗവൺമെന്റ് ആയിരിക്കും. ഒരു ഭ്രാന്തൻ ഗവൺമെന്റിന് മാത്രമേ അങ്ങനെ ഒരു നീക്കം നടത്താൻ പറ്റുകയുള്ളൂ. ആരാ പറഞ്ഞത്? ഇത് ഭരണഘടന അസംബ്ലിയിലെ ചർച്ചകളിൽ BR അംബേദ്കറുടെ കൺക്ലൂഷനാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് സുപ്രീം കോടതി റഫർ നോക്കുന്നത് എങ്ങോട്ടാ? ഭരണഘടനാ അസംബ്ലിയിൽ ഈ വിഷയത്തിൽ എന്ത് ചർച്ചയാണ് നടന്നത്? ഞങ്ങൾ ഇപ്പോഴും പറയുകയാ, ഈ ചർച്ചകൾ മുഴുവനും പരിശോധിക്കട്ടെ. വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ ആശങ്ക മുഴുവനും ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആ ചർച്ചകൾ മുഴുവനും പരിശോധിച്ചിട്ട് വേണം രാജ്യത്തെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നീക്കവുമായിട്ട് മുന്നോട്ട് പോവാൻ. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഭരണഘടനയിലെ ഈ ഒരു വിഷയം എടുത്തിട്ട് യൂണിഫോം സിവിൽ കോഡ് ചർച്ച കിട്ടുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങളെ ഭീതിപ്പെടുത്തി നിർത്തി
ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മാറി വരുന്ന ഗവൺമെന്റ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭീഷണിക്ക് ഒരു അന്ത്യമുണ്ടാവണം. ഈ ഭീഷണിക്ക് തലക്ക് മുകളിൽ വെച്ചിട്ടുള്ള ഒരു കത്തി പോലെ മുസ്ലിം സമുദായത്തിന്റെ ക്രിയാത്മക ചർച്ചകളെ മുഴുവനും വഴിതിരിച്ചുവിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു ഗവൺമെന്റിന്റെ, ആപൽകരമായ ഒരു ഭരണകൂടത്തിന്റെ, കഴിവുകെട്ട ഭരണകൂടത്തിന്റെ കഴിവുകേടുകൾ രാജ്യം ചർച്ച ചെയ്യേണ്ട സമയത്ത് വിഷയത്തെ വഴിതിരിച്ചുവിടാൻ യൂണിഫോം സിവിൽ കോഡിന്റെ ചർച്ച പലപ്പോഴും കൊണ്ടുവരുന്നത് കൊണ്ട് ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന ഭരണഘടനാ വകുപ്പ് അത് സസ്പെൻഡ് ചെയ്യേണ്ട സമയമാണ്. രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഇതിനെതിരെ അഭിപ്രായമാണുള്ളത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണോ എന്ന് ചോദിച്ചാൽ രാജ്യത്ത് അങ്ങനെ ഒരു റഫറൻഡം നടന്നാൽ വേണം എന്ന് പറയുന്നവർ ന്യൂനപക്ഷമായിരിക്കും. മുസ്ലിം സമുദായത്തിലുണ്ട് അങ്ങനെ ചില തെറിച്ച കണ്ണികൾ അങ്ങനെയുണ്ട്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ പത്രത്തിൽ അവർക്ക് വാർത്തയാക്കാം, ചാനൽ അവരുടെ മുഖം കാണിക്കും. ഇതിനു വേണ്ടി മാത്രം വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. മുത്തലാഖ് നിരോധിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നിരോധിക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ സമുദായത്തിലെ ചില ഇത്തിൽ കണ്ണികളെ ഉയർത്തിക്കാട്ടിയിട്ട് ഒരു സമുദായത്തിന്റെ വികാരം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോ അന്നത്തെ ഗവൺമെന്റിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട്. നെഹ്റുവിന്, സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു, ലോകം കണ്ട പ്രതിഭാശാലിയായ രാഷ്ട്രതന്ത്രജ്ഞനായ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഗവൺമെന്റ് സ്പെഷ്യൽ മാരേജ് ആക്ട് പാർലമെന്റിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നപ്പോ ആ സ്പെഷ്യൽ മാരേജ് ആക്ടിലെ ചില ഭാഗങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിന്റെ താല്പര്യത്തിനെതിരാന്ന് കണ്ടപ്പോ പാർലമെന്റിൽ വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അന്നത്തെ പ്രതിനിധി ബി പോക്കർ സാഹിബ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നോ, ഐ ഡിസഗ്രി. ഈ ബില്ലുമായിട്ട് യോജിക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ ബില്ലിലെ ഇന്ന ഭാഗങ്ങൾ എന്റെ സമുദായത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ശരീഅത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അന്ന് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ ഒരു വാക്കുണ്ട്. നെഹ്റു പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന ബില്ല് ഒരു സമുദായത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പോക്കർ സാഹിബിൻ്റെത് ഒരൊറ്റപ്പെട്ട ശബ്ദമല്ല, അതൊരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ശബ്ദമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ബില്ല് മാറ്റിവെക്കാൻ ആരാ പറഞ്ഞത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് വരുമ്പോ അതിലെ ചില വകുപ്പുകൾ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് കണ്ടപ്പോ ന്യായമായ ഒരു ആശങ്കയെ പരിഗണിക്കാൻ അന്ന് മൃഗീയ ഭൂരിപക്ഷമുള്ള BJP ഇല്ലാത്ത കാലത്താണ്. അന്ന് മൃഗീയ ഭൂരിപക്ഷമുള്ള നെഹ്റുവിന്റെ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. 120 കോടി ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ആ 120 കോടി ജനങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷവും ഹിന്ദു സമൂഹം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അവരും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. രാജ്യത്ത് സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോവാണ്. അവർ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവാണ്. പരസ്പര സഹവർത്തിത്വത്തിന്റെ പാരമ്പര്യം ഇന്ത്യ രാജ്യം അവരിലേക്ക് പകർന്ന് തന്നിട്ടുള്ള നൽകിയിട്ടുള്ള ആ സാംസ്കാരികമായ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവാണ്. അവർക്കിടയിൽ ഭിന്നിപ്പിന്റെ ഒരു അപസ്വരവും ഇന്ന് ഉയർന്നു വന്നിട്ടില്ല. ഈ രാജ്യം സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ സംശയത്തിന്റെ മേൽപ്പാലം പണിയാൻ എന്തിനാ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ശ്രമിക്കുന്നത്? ത്വലാഖിലൂടെ, ബഹുഭാര്യത്വത്തിലൂടെ മുസ്ലിം സമൂഹം ഇവിടെ അനർഹമായി പലതും അനുഭവിക്കുന്നുണ്ട് എന്ന ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട ആവശ്യം എന്താ? ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ 1970കളിൽ വന്ന ഒരു ഭേദഗതി അനുസരിച്ച് എന്താ സ്പെഷ്യൽ മാരേജ് ആക്ട്? ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആൾക്ക് അവരുടെ മതവിശ്വാസത്തിന്റെ പുറത്ത് നിന്നിട്ട് കല്യാണം കഴിക്കണോ എന്നാ സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ടില് അതനുസരിച്ചിട്ട് വേണം അവരുടെ സ്വത്ത് വീതം വെക്കാൻ. എന്നാൽ 70കളിൽ വന്ന ഒരു പരിഷ്കരണം പറയാണ്. ആ അമെൻമെന്റ് വഴി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2 ഹിന്ദു സഹോദരങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചാൽ അവരുടെ സ്വത്ത് വീതം വെക്കേണ്ടത് ഹിന്ദു സക്സഷൻ ആക്ട് അനുസരിച്ചാണ്, ഹൈന്ദവ അനന്തരാവകാശ സ്വത്ത് നിയമം അനുസരിച്ചിട്ടാണ്. എന്നാൽ 2 മുസ്ലിം സഹോദരങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് കല്യാണം കഴിച്ചാലോ അവരുടെ സ്വത്ത് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ടല്ല വീതം വെക്കേണ്ടത്, മറിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടാണ്. വളരെ കൃത്യമായ വിവേചനമാണ്, മതത്തിന്റെ പേരിലുള്ള വിവേചനമാണ്. ഈ നിയമം ഉണ്ടാക്കിയത് ഇന്ത്യ ഗവൺമെന്റാണ്. ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ പോലും മതത്തിന്റെ പേരിൽ പ്രത്യക്ഷമായ വിവേചനം നിലനിൽക്കുമ്പോൾ എങ്ങനെയാ ശരീഅത്തിനെതിരെ ഉറഞ്ഞു തുള്ളാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ്
ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വികാരം കണ്ടില്ല എന്ന് നടിക്കരുത്. കേരളത്തിൽ ഒരു പക്ഷെ കൂടുതലായിട്ട് പ്രക്ഷോഭങ്ങൾ കാണാം, സമരങ്ങൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ കേരള ജനത സാക്ഷാത്കരിച്ച ഉത്ബുദ്ധതയാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇവിടുത്തെ പണ്ഡിത സമൂഹവും രാഷ്ട്രീയ നേതൃത്വവും ഒന്നിച്ചു നിന്ന് ഈ സമൂഹത്തെ അവരുടെ വിശ്വാസ മൂല്യങ്ങളെ പറ്റി നിരന്തരമായ അവബോധം ഉണ്ടാക്കിയപ്പോ ആ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധമാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരുടെ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ബോധമുണ്ടാക്കുന്ന തരത്തിൽ ഒരു നേതൃത്വം ഇല്ലാത്തതിന്റെ പേരിൽ അവർക്കിടയിൽ ഈ വിഷയത്തിൽ ചർച്ച നടക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ ഇതിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നു എന്നല്ല. അതുകൊണ്ട് ഇത്തരം സൂചനാ സമരങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമൊക്കെ രാജ്യത്തിന്റെ കണ്ണ് തുറക്കേണ്ടതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നലകളിലെ ഇന്ത്യ സമാധാനപൂർണമായിട്ട് നാളെ നിലനിൽക്കണമെന്നാണ്. മുഗൾ കാലഘട്ടത്തിൽ 800 വർഷവും പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 200 വർഷവും മുസ്ലിം ഉമ്മത്ത് അവരുടെ വിശ്വാസം അനുസരിച്ചും ഹൈന്ദവ സമൂഹം അവരുടെ വിശ്വാസം അനുസരിച്ചും ക്രൈസ്തവ സമൂഹം അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ രാജ്യത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷ വിഭാഗത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഗവൺമെന്റിനോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, എന്ത് നേട്ടമാണ് ഇതിലൂടെ ഈ രാജ്യത്തെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? പട്ടിണി കിടക്കുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട്. പ്രാഥമിക കാര്യം നിർവഹിക്കാൻ പറ്റാത്ത വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഫാക്ടറികളിൽ പോയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരുപാട് നഷ്ടബാല്യങ്ങൾ ഈ രാജ്യത്തുണ്ട്. അവരുടെ വിഷയങ്ങളൊന്നും പരിഗണിക്കാതെ പ്രബല ന്യൂനപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോയാൽ ഈ സമരത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമേ അല്ല. ഇറങ്ങിയ സമരങ്ങൾ വിജയിപ്പിച്ച പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇന്ന് നിലവിലിരിക്കുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിന്റെ ഈ ഭീതിജനകമായ സാഹചര്യത്തിന്റെ അകപ്പൊരുളുകൾ മനസ്സിലാക്കിക്കൊണ്ട് സമുദായം ഇറങ്ങി പുറപ്പെടേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഇത് മുത്തലാഖിനെ പറ്റി ചർച്ച ചെയ്യേണ്ട സമയമല്ല. കേറി അഭിപ്രായം പറയുമ്പോ പേരിന്റെ കൂടെ ഡോക്ടർ ഉണ്ടെങ്കിൽ ഈ ലോകത്തെല്ലാം തിരിയുന്നവൻ ഞാനാണെന്ന ചില ആളുകളുടെ മൗഢ്യധാരണ ഈ സമുദായത്തിന് ഭാരമായി തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിലും കശ്മീരിലും കിട്ടുന്ന ഫണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ജീവവായു പോലെ കാത്തു സൂക്ഷിക്കുന്ന ശരീഅത്തിനെ പറ്റി സംസാരിക്കുമ്പോ എയർപോർട്ടിനെ പറ്റി സംസാരിക്കുന്നവരോടും തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങളെ താല്പര്യം എന്താണ്? നിങ്ങൾ ഈ സമൂഹത്തെ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ഈ സമൂഹത്തിന്റെ മൊത്തം പ്രാതിനിധ്യം ഏറ്റെടുക്കുകയും സുന്നി സമൂഹത്തിന്റെ സംരക്ഷക വേഷമണിയുകയും ചെയ്യുന്നവർ നിങ്ങളല്ലേ പറഞ്ഞത് ഗുജറാത്ത് കലാപത്തെ ഞങ്ങൾക്ക് അറിയില്ല എന്ന്? നാം 5 നമുക്ക് 25 എന്നതാണ് മുസ്ലിം നയമെന്ന് പ്രഖ്യാപിച്ച ആളാണ് സാക്ഷാൽ നരേന്ദ്രമോദി. റിസർവേഷനെ പറ്റി സംസാരിക്കുമ്പോ മാർക്ക് കിട്ടാത്ത ഡോക്ടർ രോഗിക്ക് എങ്ങനെ മരുന്ന് നൽകും, രോഗി ചത്തുപോകില്ലേ എന്ന് പരസ്യമായിട്ട് സംസാരിച്ചാൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോ വിനീത വിധേയന്റെ വേഷമണിയുന്നവരുടെ ഉള്ളിരിപ്പ് എന്താന്ന് ഈ സമുദായത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലകളിൽ കൈവന്നു പോയിട്ടുള്ള ഒരുപാട് പണത്തിന്റെ നോട്ടുകെട്ടുകളാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഇന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പറന്ന സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ വരുന്ന 10-ാം തീയതി ടിപ്പുവിന്റെ ജയന്തി ആഘോഷിക്കുകയാ കർണാടക ഗവൺമെന്റ്. നമ്മളെ പോലെയല്ല, കേരളത്തിലെ സ്ഥിതിയല്ല കർണാടകയിൽ. മുസ്ലിം ഉമ്മത്തിന്റെ അവകാശത്തെ പറ്റി ഒന്ന് നെഞ്ച് വിരിച്ചിട്ട് സംസാരിക്കാൻ പോലും അവിടെ ആളുകളില്ലാതെ പോയി, അല്ലെങ്കിൽ ആളുകൾ കുറഞ്ഞു പോയി. യൂണിഫോം സിവിൽ കോഡ് വരുമ്പോ എന്റെ സമുദായത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്ക് ഇതെതിരാണ് എന്നുറക്കെ പറയാൻ നട്ടെല്ലുള്ള ഒരു നേതൃത്വത്തിന്റെ അഭാവം അവിടെയുണ്ട്. അവിടുത്തെ ഗവൺമെന്റാ ടിപ്പു ജയന്തി ആഘോഷിക്കുന്നത്. ടിപ്പു ജയന്തി ആഘോഷിക്കുമ്പോൾ തന്നെ രാജ്യത്ത് ബ്രിട്ടീഷുകാരനെതിരെ നേരിട്ട് പോരാട്ടം നടത്തിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച പാരമ്പര്യമുള്ള ഒരേ ഒരു ഭരണാധികാരി അത് ടിപ്പു സുൽത്താനാണെങ്കിൽ ആ ടിപ്പുവിനെ ഒറ്റുകൊടുത്ത ആളെയും നമ്മൾ മറന്നിട്ടില്ല. ഒറ്റുകാർക്ക് ചരിത്രം നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയുണ്ട്, അതും ടിപ്പുവിന്റെ ചരിത്രത്തിലുണ്ട്. ടിപ്പുവിനെ ഒറ്റുകൊടുത്തവർ, സിറാജുദ്ദൗലയെ ഒറ്റുകൊടുത്തവർ, അവർക്ക് പിന്മുറക്കാർ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നീക്കങ്ങളിൽ നമ്മൾ വഞ്ചിതരാവുകയില്ല. അവരുടെ നീക്കങ്ങളിൽ ഈ സമുദായം കൂടെ പോവില്ല.
നിങ്ങൾ എയർപോർട്ടിലേക്ക് സ്ഥാപനത്തിലെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഒരു മാർച്ച് നടത്തുമ്പോഴേക്കും ഈ ഉമ്മത്ത് മുഴുവനും നിങ്ങളെ പിന്നിലാണെന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കുമെന്ന് വ്യാമോഹമുണ്ടെങ്കിൽ കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏറ്റവും ഗൗരവമായ ഒരു വിഷയത്തിൽ എല്ലാ വിഭാഗവും അഭിപ്രായം മാറ്റിവെച്ച് മുത്തലാഖ് നിരോധിക്കണമെന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനകൾ പോലും പാണക്കാട്ട പൂമുത്ത് വിളിച്ചപ്പോ വട്ടമേശക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മുത്തലാഖല്ല ഇന്ന് വിഷയം, യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള ഷോർട്ട് കട്ടാണ്, ചൂണ്ട് പലകയാണ്, അങ്ങോട്ടേക്കുള്ള വഴി തുറക്കാണ്, അനുവദിക്കില്ല. ഞങ്ങൾ ഈ സമരത്തിന്റെ കൂടെ നിൽക്കും. എല്ലാ അഭിപ്രായ ഭിന്നതകളും മാറ്റിവെച്ച് ഞങ്ങൾക്ക് ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ, അത് മുസ്ലിം ഉമ്മത്തിന്റെ അഭിപ്രായമാണെന്ന് പറയുമ്പോ വിളിച്ച ക്ഷണത്തിന്റെ വലുപ്പം പോരാന്ന് പറഞ്ഞിട്ട് മാറി നിന്നവർ നിങ്ങൾ എന്ത് താല്പര്യമാ സംരക്ഷിക്കുന്നത്? നിങ്ങൾ ആർക്കാ കൊടപിടിക്കുന്നത്? ഗുജറാത്ത് കലാപത്തെ പറ്റി ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരെയാ വേദനിപ്പിച്ചത്? ഇല്ല, ഒരമ്മയും കുഞ്ഞിനെ ഇങ്ങനെ ചിതയിലേക്ക് പ്രസവിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ഒരു നിലവിളിയും ഇങ്ങനെ ഉയരുന്നതിനു മുമ്പ് ചാരമാക്കപ്പെട്ടിട്ടുണ്ടാവില്ല. വിട, നിന്നെ പിറക്കാനയക്കാത്ത ലോകത്ത് എനിക്കിനി ജീവിക്കേണ്ട. ഭാരതത്തിലെ സ്ത്രീകൾ നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട. ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭനായ കവി സച്ചിദാനന്ദന്റെ വരികളാണ്. ഗുജറാത്ത് കലാപകാലത്ത്, ആസുരകാലത്ത് ഗർഭത്തിലിരിക്കുന്ന പിഞ്ചു പൈതലിനെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്തിട്ട് ആളിക്കത്തുന്ന തീയിൽ കാട്ടി പൊരിച്ചെടുത്തപ്പോ സൂര്യ വെളിച്ചം കണ്ടിട്ടില്ലാത്ത മനുഷ്യ ക്രൂരതയെ പറ്റി കേട്ടുകേൾവിയില്ലാത്ത പിഞ്ചു പൈതൽ എരിഞ്ഞൊടുങ്ങിയപ്പോ അന്ന് സച്ചിദാനന്ദൻ പാടിയ വരികളാണ്. ഇല്ല, ഒരമ്മയും കുഞ്ഞിനെ ഇങ്ങനെ ചിതയിലേക്ക് പ്രസവിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ഒരു നിലവിളിയും ഇങ്ങനെ ഉയരുന്നതിനു മുമ്പ് ചാരമാക്കപ്പെട്ടിട്ടുണ്ടാവില്ല. വിട, നിന്നെ പിറക്കാനയക്കാത്ത ലോകത്ത് എനിക്കിനി ജീവിക്കണ്ട. ഭാരതത്തിലെ സ്ത്രീകളെ നിങ്ങൾ ഇനി പ്രസവിക്കുകയും വേണ്ട. ഒരു ജനതയുടെ വേദനയോടൊപ്പം ഈ രാജ്യത്തെ പൊതുസമൂഹം നിന്ന് പ്രതികരിച്ചതിന്റെ ചിത്രമാണ്. മോഡി ഗവൺമെന്റ് വന്നപ്പോ എല്ലാ തുറയിൽപ്പെട്ട ആളുകൾ, സാംസ്കാരിക നേതാക്കൾ, കവികൾ, സാഹിത്യകാരന്മാർ, ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും പറഞ്ഞു, രാജ്യത്ത് ഒരപ്രഖ്യാപിതമായിട്ട് അടിയന്തരാവസ്ഥ ഉണ്ട്, ഒരു തരത്തിലുള്ള ഒരു ഭീതിയുണ്ട്, ഒരു തരത്തിൽ അസഹിഷ്ണുത രാജ്യത്ത് നിറഞ്ഞു പൊങ്ങുകയാണ്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മതിൽക്കെട്ട് തീർക്കപ്പെടുന്നുണ്ട്. ഈ അസഹിഷ്ണുതക്കെതിരെ നമ്മൾ പോരാടണമെന്ന് പറഞ്ഞു. അവിടെയും മൗനം കൊണ്ട് മാറി നിന്ന് അങ്ങനെ ഒരു അസഹിഷ്ണുത ഉണ്ട് എന്ന് കരുതുന്നില്ല എന്ന് വിദേശത്ത് പോയി പ്രഖ്യാപിച്ചത് സാക്ഷാൽ ഇതേ നേതാവാണ്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കേണ്ട വേദികളിലൊക്കെ സമുദായത്തിന്റെ ഉത്തമ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ചില ആളുകൾ അവതരിപ്പിക്കുക എന്നത് ഫാഷിസത്തിന്റെ കാലത്തെ അജണ്ടയാണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ചോദിച്ചപ്പോ ഗോൾവാൾക്കർ എന്ന RSSന്റെ താത്വികാചാര്യം പോലും പറഞ്ഞു, രാജ്യത്ത് അത് അപ്രായോഗികമാണ്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അത് സാധ്യമല്ല എന്ന്. ഗോൾവാൾക്കർക്കുള്ള ഉണ്ടായ ബുദ്ധി പോലും ഈ സമുദായത്തിന്റെ നേതൃത്വം അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നത് ഏറ്റവും വലിയ വേദനയാണ്. ഇത്തിരി പോകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾക്ക്, ഗുജറാത്തിലും കശ്മീരിലും കിട്ടിയേക്കാവുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ പതിത ന്യൂനപക്ഷത്തെ നിങ്ങൾ തൂക്കി വിൽക്കരുതേ എന്ന ദയനീയമായ, ഏറ്റവും വേദനാപൂർണമായ ഒരു അപേക്ഷ കൂടി നിങ്ങളെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമരത്തിൽ നമ്മൾ എല്ലാവരെയും കൂടെ കൂട്ടുകയാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യ രാജ്യം 47-ൽ സ്വാതന്ത്ര്യം നേടിയതു മുതൽ ഇന്നുവരെ അനുവർത്തിച്ചു പോകുന്ന ഉദാത്തമായ മൂല്യങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ ചെയ്യാൻ റിലയൻസിന്റെ ഏജന്റായിട്ട് മാറിയപ്പോ, കോർപ്പറേറ്റുകളുടെ പപ്പറ്റായിട്ട് മാറിയപ്പോ, ഭരണരംഗത്ത് അമ്പെ പരാജയപ്പെട്ടപ്പോ, ഓരോ പൗരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം എന്റെ കയ്യിൽ അധികാരം തന്നാൽ ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം നിറവേറ്റാൻ കഴിയാതെ പോയപ്പോ, എവിടെ നിങ്ങൾ പറഞ്ഞ ആ നല്ല ദിനങ്ങൾ എന്ന് ചോദിച്ചവരോട്, എവിടെ നിങ്ങൾ പറഞ്ഞ ആ സുപ്രഭാതം എന്ന് ചോദിച്ചവരോട്, ഭരണ പരാജയത്തിന്റെ കയ്പ് മാറ്റിവെച്ച്, ആ ദുരന്ത ചിത്രം മാറ്റിവെച്ച് വീണ്ടും മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാൻ ഇപ്പൊ രാമക്ഷേത്ര ചർച്ചയില്ല, ഇപ്പൊ ബാബരി മസ്ജിദ് ചർച്ചയില്ല. രാമക്ഷേത്രത്തിന് പഴയതുപോലെ വീര്യം പോരാ എന്നറിഞ്ഞപ്പോ പശുവിനെ കൊണ്ടുവന്നു. പശുവിനും പഴയ ശൗര്യമില്ല എന്ന് കണ്ടപ്പോ
വീണ്ടും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരജണ്ട മാത്രമാണിത്. ഈ ഏറ്റവും കുൽസിതമായ, ഏറ്റവും ആസൂത്രിതമായ, സംഘടിതമായ സംഘപരിവാറിന്റെ നീക്കത്തിനെതിരെ രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഇസ്ലാമിക താല്പര്യങ്ങളെ സംരക്ഷിക്കാനല്ല, ഇന്ത്യയായിട്ട് നിലകൊള്ളുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹവും ഈ സമരത്തിന്റെ കൂടെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന ഉത്തമ വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും വരും നാളുകളിൽ പ്രാർത്ഥന കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ സമരത്തിന്റെ കൂടെ ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈകിയ വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.